ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചും ടിപ്സുകളാണ് കാണിക്കുന്നത് കേട്ടോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാവ് ബാക്കി വരികയാണെന്ന് വിചാരിക്കാം. പിറ്റേ ദിവസം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു ടിപ്പാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു നനഞ്ഞ തുണിയില്ലേ, ഒരു തുണി നനച്ച ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച ശേഷം മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോഴും ആ ഒരു സോഫ്റ്റ് ആ ഒരു മാവിന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങി ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാകും. എങ്ങനെ കവർ ചെയ്ത് വെച്ചാലും ഒരു ഡ്രൈ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെക്കുക കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ നമ്മൾ തേങ്ങ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത ശേഷം ബാക്കിയുള്ളത് വെക്കുമ്പോൾ സമയത്ത് തുറന്നിങ്ങനെ വെക്കരുത്. ഇതുപോലെ കമഴ്ത്തി വെക്കാനുണ്ടോ. അപ്പോൾ പെട്ടെന്ന് വിണ്ട് കീറൽ പോലെ സംഭവങ്ങളൊക്കെ മാറ്റാം. നമുക്ക് അല്ലെങ്കിൽ ചിരവുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരില്ലേ, അങ്ങനെ പൊട്ടി വരില്ല, അങ്ങനെ ഉണ്ടാവില്ല. ഇങ്ങനെ വെക്കണം. അതുമാത്രമല്ല നമ്മൾ ഫ്രിഡ്ജിൽ ഫുഡ് ഡയറക്റ്റായിട്ട് തുറന്ന് വെക്കുന്നതും ഡേഞ്ചർ. അതുകൊണ്ട് ഇങ്ങനെ കമഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പഞ്ചസാരയൊക്കെ നമ്മൾ നോക്കിക്കേ വെക്കുമ്പോൾ അതിന് ചുറ്റും എപ്പോഴും ഉറുമ്പ് വരും അല്ലേ. അപ്പോൾ പഞ്ചസാരയുടെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം വരും. അത് എല്ലാവർക്കും ഇഷ്ടമാവില്ല. അപ്പോൾ ഹിറ്റിൻ്റെ ഇതുപോലത്തെ ഒരു ചോക്ക് വാങ്ങിക്കാൻ കിട്ടും. അതായത് പാത്തിനെ കൊല്ലുന്ന ചോക്കാണ്, പക്ഷേ ഉറുമ്പിന് ബെസ്റ്റാണ് കേട്ടോ. ഉറുമ്പ് കയറത്തില്ല. ഹിറ്റിൻ്റെ ചോക്ക് വാങ്ങിച്ച് നമുക്ക് ഇങ്ങനൊരു ഉപകാരം കൂടി ഉണ്ട്. അപ്പോൾ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. കാരണം ഇതുപോലെ നല്ല നല്ല ടിപ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ബെല്ല് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചോക്ക് വാങ്ങിച്ചതിന് ഉപകാരം കണ്ടല്ലോ. നമ്മൾ എന്ത് ജിലേബി ലഡു ഒക്കെ എടുത്ത് നമ്മൾ എവിടെ വെച്ചോ അവിടെ ഉറുമ്പ് വരില്ല. ഇത് ഇങ്ങനെ ചുറ്റും ചെയ്ത് കഴിഞ്ഞാൽ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നെയിൽ പോളിഷൊക്കെ ഇല്ലേ. നെയിൽ പോളിഷ് നമ്മൾ കുറച്ച് ഉപയോഗിക്കാണ്ടിരുന്ന അവിടെ തുറക്കുമ്പോൾ പൊട്ടിപ്പോകും അല്ലേ. അതായത് മീൻസ് നമുക്ക് തുറക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഏതെങ്കിലും ഒരു ഓയിൽ എടുത്തിട്ട് ഇതുപോലെ ചുറ്റും ഒന്ന് തേച്ച ശേഷം നമ്മൾ ഉപയോഗിച്ച ശേഷം ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര മാസം കഴിഞ്ഞാലും തുറക്കുമ്പോൾ സ്മൂത്തായിട്ട് തുറക്കാൻ പറ്റും. കാരണം ആ ഒരു ഓയിൽ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് തുറക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കാം. നല്ല യൂസ്ഫുള്ളൊരു കാര്യമാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ചെറിയ ചെറിയ കിച്ചൺ ടിപ്സുകളാണ് ഇന്നത്തെ കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിലിപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കത്തി മൂർച്ച കൂട്ടാനായിട്ടുള്ള മാർഗ്ഗമാണ് കാണിക്കുന്നത്. എപ്പോഴും കത്തി കാശ് കൊടുത്താൽ മൂർച്ച കൂട്ടി 100-150 രൂപ കൊടുക്കണം. അപ്പോൾ ഇത് നോക്കിക്കുക, നമ്മുടെ ഈ സെറാമിക്കിൻ്റെ മഗ് കിട്ടും. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഉണ്ടാകും. അവിടെ വെച്ച് നമ്മളിങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ പല അമ്മിക്കല്ലൊക്കെ ചെയ്യുന്ന പോലുള്ള ആ ഒരു മൂർച്ച നമുക്ക് ഈ കത്തിക്ക് കിട്ടും കേട്ടോ. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണ ചെയ്താൽ മതി. ഇങ്ങനെ നമുക്കൊന്ന് ആക്കി കഴിയുമ്പോൾ കത്തിക്ക് നല്ല മൂർച്ച കിട്ടും. ഇങ്ങനത്തെ ഒരു മഗ്ഗില്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ അല്ലേ. ആ വീടുകളിൽ ഒരു മഗ് ഇങ്ങനത്തെ ഉണ്ടാവും. ഒരു ഭരണി ടൈപ്പുള്ള മഗ്ഗായിരിക്കണം കേട്ടോ, പ്ലാസ്റ്റിക് അല്ല. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിക്സിയുടെ ജാർ ഉപയോഗിച്ച ശേഷം ചില സമയം നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ ഉളുമ്പും മണം വരും. അപ്പോൾ നമുക്കൊരു ന്യൂസ് പേപ്പർ കഷ്ണം ഇട്ടിട്ട് നമ്മൾ അടച്ചു വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഉളുമ്പ് മണം ആ മിക്സിയുടെ ജാറിന് ഉണ്ടാവില്ല. ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോൾ ഒരു മാതിരി മണം അങ്ങോട്ട് വരും കേട്ടോ. അതുപോലത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് ആണെങ്കിൽ നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ കഴിച്ച ശേഷം അടച്ചു വയ്ക്കുകയാണെങ്കിൽ അത് കഴുകിയ ശേഷം അടച്ചു വയ്ക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ തുറക്കുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ഇതുപോലെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നോക്കിക്കേ, അതിന് ആ സ്മെല്ലുണ്ടാവില്ല. കാരണം ആ ന്യൂസ് പേപ്പർ എല്ലാം വലിച്ചെടുക്കും കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പല്ലിയെ കൊല്ലാനായിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ പല്ലിയെ കൊല്ലാൻ കിച്ചൺ സ്ലാബിലൊക്കെ പല്ലി വരാതിരിക്കാനായിട്ട് പല്ലി രാത്രിയാകുമ്പോൾ എവിടെയാണെന്ന് വരികയെന്ന് അറിയില്ല. അപ്പോൾ കിച്ചൺ സ്ലാബ് ആ ഭാഗത്തൊക്കെ നമുക്ക് കിച്ചൻ്റെ ജനലുകളിലൊക്കെ പല്ലി വരാതിരിക്കാനായിട്ട് ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്ത ശേഷം കുറേ പീസുകളാക്കിയിട്ട് അവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പല്ലിയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് കിച്ചൺ സ്ലാബ് അല്ലെങ്കിൽ കിച്ചൺ സിങ്കിലൊക്കെ ജനലിലൊക്കെ സാധിക്കുള്ളൂ. അതല്ല നമ്മുടെ ബൾബിൻ്റെയൊക്കെ ചുറ്റും, അതായത് നമ്മുടെ ലൈറ്റിൻ്റെയൊക്കെ ചുറ്റുമാണെങ്കിൽ നമുക്കിത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനൊരു ടിപ്പ് അടുത്ത ഇതിപ്പോൾ കാണിച്ചു തരുന്നുണ്ട് എന്താണെന്നുള്ളത്. നമ്മുടെയൊക്കെ വീട്ടിൽ വിനീഗർ എടുക്കുക. ഒരു 4-5 സ്പൂൺ 2-3 സ്പൂൺ വിനീഗർ ഒരു നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഒഴിക്കുക. കുറച്ച് വെള്ളവും കൂടി ചേർക്കുക. എന്നിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പല്ലി ശല്യം മാറും കേട്ടോ. ഇതൊന്നും നോക്കുക. അതായത് ഞാൻ കുറച്ച് വെള്ളം ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ഒഴിക്കേണ്ടത്. സിന്തറ്റിക് വിനീഗർ, നമ്മൾ അച്ചാറിനൊക്കെ ഇടുന്ന വിനീഗർ അത്. എന്നിട്ട് അത് സ്പ്രേ ചെയ്ത് നോക്കിക്കുക. നമ്മുടെ ആ ബൾബിനൊക്കെ ചുറ്റും സ്പ്രേ ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലിലേക്ക് വരില്ല. പക്ഷേ താഴെ നമുക്ക് ഇങ്ങനെ വെളുത്തുള്ളി വെച്ച് കൊടുത്താലും മതി. മുകളിൽ നമുക്ക് വെളുത്തുള്ളി വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ഇതുണ്ടാവും. അത് നമ്മുടെ ബൾബിന് ചുറ്റും, പ്രത്യേകിച്ച് നമ്മുടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ബൾബിന് ചുറ്റുമാണ് ഇതിൻ്റെ സഞ്ചാരം മെയിൻ. അതുപോലത്തെ എയർ ഹോളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വെളുത്തുള്ളിയുടെ അല്ലിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ശല്യം നമുക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു പല്ലി കഷ്ടം ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട് വൃത്തിയാക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പല്ലിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഈ ഒരു വിനീഗർ വെച്ചുള്ള സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധിക്കും കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ പുതിയ സാധനങ്ങൾ, അതായത് സ്റ്റീൽ പാത്രങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും.
അത് നമുക്ക് എന്ത് ചെയ്യാത്ത പറ്റി ഇതുപോലെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ചൂടാക്കി ആകുമ്പോൾ തന്നെ പോലെ അത് പുറത്തേക്ക് വരട്ടോ, ഒരു പ്രശ്നമില്ലാതെ പുറത്ത് വരുവേ. അത് കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞത് മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോട്ടോ. കാരണം നല്ല 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 ടിപ്സുകളായിരിക്കും ഞാൻ അടുത്തിടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ഷെയറും തന്നേക്കാം. പിന്നെ കാണുന്നവരൊന്ന് കമൻറ്റ്സ് ഒന്നും നമുക്ക് ഇടാറില്ലല്ലോ. ഇത്ര നല്ല ടിപ്സൊക്കെ ഇടുമ്പോൾ നല്ലൊരു കമൻസൊക്കെ ഒന്ന് ഇട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കിയത് കണ്ടത് നല്ല രീതിക്ക് നമുക്കിത് പോന്നിട്ടുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.